അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖാന്തരം മുൻപ് SSC GD കോൺസ്റ്റബിളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതും അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ അതിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയും ആൻസർ കീക്ക് വേണ്ടിയിട്ടുമാണ് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നത്. നിലവിൽ അതിൻ്റെ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. അതിന് മുൻപ് എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യുക യൂസർ ഐഡിയും പാസ്വേഡും എവിടെയാണ് നമുക്ക് ലഭിക്കുക. ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ഈ കാര്യം ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ നമുക്ക് വന്നിട്ടുള്ള ആൻസർ കീയിലേക്ക് കടക്കാം. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടുള്ള SSC GD കോൺസ്റ്റബിളിൻ്റെ ആൻസർ കീയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ യൂസർ ID എൻ്റർ ചെയ്യുക. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. യൂസർ ID എന്ന് പറയുന്നത് നിങ്ങളുടെ നോർമൽ SSCൻ്റെ യൂസർ ID യോ അല്ലെങ്കിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെബ്സൈറ്റിലെ യൂസർ ID യോ അതൊന്നുമല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു രജിസ്റ്റർ നമ്പർ, ഒരു യൂസർ ID ഉണ്ടാവും. അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം പാസ്വേഡ് പറയുന്നുണ്ട്. പാസ്വേഡും നിങ്ങൾ SSCൻ്റെ സൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ കൊടുക്കേണ്ട പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയറക്റ്റ്ലി ആ ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ SSC എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. അതിലൊരു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറക്റ്റ്ലി ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആൻസർ കീയിലൂടെ എത്ര ചോദ്യം ശരിയാക്കി, എത്ര മാർക്ക് നേടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്ന ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ആൻസർ കീയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ റിസൾട്ട് റിലീസ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെലൈക്കൺ ഓളിലാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. എങ്കിലേ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.